ഈ മൃഗബലി നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ് ഇദ്ദേഹം ശ്രീ ഡി കെ ശിവകുമാർ ചെയ്യുന്നത്. അപ്പോൾ ഈ 15 കിലോമീറ്റർ അകലെയാണ് ക്ഷേത്രത്തിന്റെ എന്ന് പറഞ്ഞു വെക്കുന്നതിനേക്കാൾ കൂടുതൽ എവിടെയാണ് എന്ന് തനിക്ക് അറിയാമെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ പോരെ? രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ശ്രീ ഡി കെ ശിവകുമാർ ഭാരതം തന്നെ ശ്രദ്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട നേതാവാണ്. ഇപ്പം അദ്ദേഹത്തെ പോലെ ഒരു ഉപമുഖ്യമന്ത്രി പറയും, തീർച്ചയായും അതിനെ കുറിച്ച് നമുക്ക് അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം മറ്റും. പക്ഷെ അദ്ദേഹം തന്നെ തെറ്റിദ്ധരിക്കപ്പെടാനാണ് സാധ്യത കൂടുതൽ. അദ്ദേഹത്തെ ആരും തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കാം. ഈ രാജരാജേശ്വരി ക്ഷേത്രം എന്ന് പറയുന്ന ഒരു കാര്യം ബാംഗ്ലൂരിലുണ്ട്. അവിടെ ഈ ശക്തിയെയാണ് പൂജിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് എന്തെങ്കിലും തെറ്റിദ്ധാരണയോ അല്ലെങ്കിൽ ആരെങ്കിലും അദ്ദേഹത്തെ മിസ്ലീഡ് ചെയ്തതൊക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ രണ്ട് കാര്യങ്ങൾ അവിടെ പറയാനുള്ളത്. ഒന്ന്, നമ്മുടെ ചാനലിനടക്കം നടക്കം കാണിക്കുന്ന പോലെ യാഗവും മൃഗബലിയും ഇതൊക്കെ ഒരുമിച്ച് പറയാൻ കഴിയുന്ന കാര്യങ്ങളല്ല. അത് ജസ്റ്റ് ഒരു ബേസ് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. അതായത് യാഗവും പൂജയുമുണ്ട്. യാഗത്തെ യജ്ഞം, യജ്ഞ തുടങ്ങിയ വാക്കുകൾ കൊണ്ട് പറയാം. ചെറിയ രീതിയിൽ നടക്കുന്ന യാഗത്തെയാണ് പൊതുവെ ഹോമം എന്ന് പറയാറുള്ളത്. യാഗത്തിന് ഏറ്റവും പ്രധാനം അഗ്നിയാണ് അല്ലെങ്കിൽ ഫയറാണ്. ഇതൊരു വേദിക് സിസ്റ്റമാണ്. എന്നാൽ നമ്മുടെ പൂജ എന്ന് പറയുന്നത് കുറെ കൂടെ താന്ത്രിക് സിസ്റ്റമാണ്, അഥവാ ഡീറ്റി ബേസ്ഡ് ആണ്. ഒരു ദേവതയുടെ ഉപാസനയാണ് നമ്മുടെ പൂജയുടെ കോർ. അങ്ങനെ ദേവതയുടെ ചൈതന്യം അടക്കമുള്ള കാര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് പൂജ എന്ന സിസ്റ്റം. പൂജയാണ് കുറെ കൂടെ ഓൾഡർ സിസ്റ്റം. വേദങ്ങളെക്കാൾ പഴയതാണ് അമ്പല സംവിധാനവും തന്ത്ര സംവിധാനവും ആഗമങ്ങളും ഒക്കെ. എന്നാൽ വേദിക് സിസ്റ്റമാണ് പലപ്പോഴും ഈ യാഗം എന്ന് പറയുന്നത്. എന്റെ മകന്റെ പേര് ഞാൻ യാഗം എന്നാണ്. യാഗം, സാക്രിഫൈസ് എന്നൊക്കെ ഇംഗ്ലീഷുകാർ റഫ്ലി ട്രാൻസ്ലേറ്റ് ചെയ്യാറ്. നമ്മുടെ തർക്കത്തിലേക്ക് വരുമ്പോ യാഗവും മൃഗബലിയും എന്നൊക്കെ പറഞ്ഞ് യാഗം, ഹോമം, യജ്ഞം, പൂജ തുടങ്ങിയ പവിത്രമായ കാര്യങ്ങളെ അതിലേക്ക് വലിച്ചടക്കരുത്. ഒരുപക്ഷെ ദുർമന്ത്രവാദമോ മന്ത്രവാദമോ ഒക്കെ ഇല്ല. കേരളത്തിലെ അമ്പലങ്ങളൊന്നും മന്ത്രവാദം ബേസ്ഡ് അല്ല, തന്ത്രശാസ്ത്ര ബേസ്ഡ് ആണ്. അതായത് കേരളത്തിലെ ക്ഷേത്രങ്ങൾ പ്രത്യേകിച്ച് മന്ത്രവാദമല്ല, തന്ത്രശാസ്ത്ര ബേസ്ഡ് ആണ്. അതുകൊണ്ടാണ് കേരളത്തിലെ ക്ഷേത്രങ്ങൾക്ക് ഇന്ത്യ മുഴുവൻ ഒരു റെസ്പെക്ടിങ് കാര്യങ്ങളും ഉള്ളത്. വേദാന്തി ആയിരുന്നെങ്കിലും ശങ്കരാചാര്യ അടക്കമുള്ളവർ നമ്മുടെ ഈ താന്ത്രിക സിസ്റ്റംസ് ആണ് ഇന്ത്യയിലെ മറ്റു പല ഭാഗങ്ങളിൽ കൊണ്ടുപോയിട്ടുള്ളത്. അതുകൊണ്ടാണ് ബദ്രീനാഥ് അടക്കമുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് പോലും കേരളത്തിൽ നിന്ന് ഒരു ബ്രാഹ്മണൻ പോയി പൂജാരി മറ്റു ആവുന്നത്. നമ്മുടെ വളരെ ക്രിസ്റ്റീൻ പ്യുവറായ വളരെ പവിത്രമായ നൂറ്റാണ്ടുകളോ സഹസ്രാബ്ദങ്ങളോ ചരിത്രമൊക്കെയുള്ള ഒരു സിസ്റ്റമാണ്. അപ്പൊ അതിനെ ഈ മൃഗബലി പോലുള്ള കാര്യങ്ങളുമായി കണക്ട് ചെയ്യരുത്. ഒന്ന്. രണ്ട്, 99% ഇത്തരം തെറ്റ് കാര്യങ്ങൾ ചെയ്യാറില്ല. നമ്മുടെ ചരിത്രത്തിൽ ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ടാവാം, എന്ന് പറയുന്നില്ല. ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമിയും മഹാത്മാഗാന്ധിയും സ്വാമി വിവേകാനന്ദനും എല്ലാം ഇത് ക്ലെൻസ് ചെയ്യുകയും ഈ ദുർദേവതാ പൂജകളോ അല്ലെങ്കിൽ ദുരാചാരങ്ങളോ അന്ധവിശ്വാസങ്ങളോ മാരണം, ക്ഷുദ്രം, ദുർമന്ത്രവാദം, ബ്ലാക്ക് മാജിക്, MAGIK എന്നൊക്കെ പറയുന്ന ഈ മാജിക് പോലുള്ള കാര്യങ്ങളെ ഡിസ്കറേജ് ചെയ്തിട്ടുള്ളവരാണ്. അപ്പോൾ സാധാരണ ഭക്തർക്ക് ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇത് അറിയുന്നവർക്കൊക്കെ ഒരു വിഷമം തോന്നും. ഇതിലെ എല്ലാം ഒരുമിച്ച് ചേർത്ത് നമുക്ക് മോശമാണ് ചിത്രീകരിക്കുന്ന രീതി. അതുകൊണ്ടാണ് യോഗക്ഷേമ സഭയുടെ ഒക്കെ ശ്രീ അഖിലാനന്ദ കാളിദാസ അടക്കം വളരെ സ്ട്രോങ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട്. ശ്രീ ഡി കെ ശിവകുമാറിനോട് ബഹുമാനമാണ്. പക്ഷെ അദ്ദേഹത്തിന് കുറച്ചുകൂടെ വ്യക്തത വരുത്തണം. അദ്ദേഹത്തെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതാകാനോ പറ്റിച്ചതാകാനോ. തെറ്റിദ്ധരിപ്പിച്ചതാണെങ്കിൽ അദ്ദേഹം അത് വ്യക്തമാക്കുമായിരുന്നുവല്ലോ. ഇത്രയും വിവാദങ്ങൾ വന്നതിന് ശേഷം അദ്ദേഹം അത് പറയുമായിരുന്നു അങ്ങനെ അല്ല എന്ന്. പക്ഷേ നടന്നിട്ടുണ്ട് എന്ന് തന്നെ അദ്ദേഹം പറയുകയാണ്. അതാണ് ആരോ അദ്ദേഹത്തെ, അതായത് അദ്ദേഹം ഒരു വിശ്വാസിയാണെന്ന് എനിക്കറിയാം. അത് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ കയ്യിലെ ചരടുകളൊക്കെ നമുക്ക് കാണാറുണ്ട്. അപ്പൊ പലപ്പോഴും നമുക്ക് വിശ്വാസത്തിന്റെ ഭാഗമാണ്. ചരട് കെട്ടുന്നൊക്കെ ഒരു വ്യക്തിയുടെ വിശ്വാസമാണ്. പക്ഷെ ദുർമന്ത്രവാദം അന്ധവിശ്വാസമാണ്. ഡി കെ ശിവകുമാർ ചരട് കെട്ടിയ വ്യക്തിയാണ്. നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി, ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ചരട് കെട്ടിയ വ്യക്തിയാണ്. നമ്മളെ 200 വർഷം ഭരിച്ച ബ്രിട്ടന്റെ യുണൈറ്റഡ് കിങ്ഡത്തിന്റെ പ്രധാനമന്ത്രിയായ ഋഷി സുനക് കയ്യിൽ ചരട് കെട്ടിയവരാണ്. അപ്പം കയ്യിൽ ചരട് കെട്ടുന്നതൊക്കെ നമ്മുടെ സംസ്കാരത്തിന്റെയും വിശ്വാസത്തിന്റെയും ഭാഗമാണ്. ഡി കെ ശിവകുമാർ ആണെങ്കിലും നരേന്ദ്രമോദിജി ആണെങ്കിലും ഇനി ഋഷി സുനക് ആണെങ്കിലും. അപ്പൊ അത്തരം കാര്യങ്ങളെ ഒന്നും വിവാദത്തിൽപ്പെടുത്താനോ ഈ വിശ്വാസികളുടെ വികാരങ്ങളെ ഹനിക്കാനോ ആരും മുതിരരുത്. ഇത് പക്ഷെ അദ്ദേഹത്തിന് തെറ്റിദ്ധാരണ ഉണ്ടായതായിരിക്കും. ഇല്ലെങ്കിൽ നമ്മുടെ പോലീസ് അന്വേഷിക്കുകയും അങ്ങനെ മൃഗബലിയൊക്കെ നമ്മൾ 1968 ഓർമ്മ. 1968 നിരോധിച്ചത് തന്നെയാണ്. ഒരുപാട് പോസിറ്റീവായിട്ട് നമ്മുടെ പൂജാരീതികളൊക്കെ യാഗരീതികളൊക്കെ എല്ലാ സമുദായങ്ങളെയും പഠിപ്പിക്കുന്ന പാലിയവിളംബരം പോലുള്ള ഒരുപാട് ഇൻഫർമേഷൻ വന്നതാണ്. ഒരുപാട് ആൾക്കാർ ഇന്നത് പഠിക്കുന്നുണ്ട്. അപ്പൊ ഇതിനെയൊക്കെ പ്രശ്നവൽക്കരിക്കാനും സംശയത്തിന്റെ മുഴുവൻ നിർത്താനും മോശമായി ചിത്രീകരിക്കാനും അദ്ദേഹത്തിന്റെ തെറ്റിദ്ധാരണ കൊണ്ടാകാം. അദ്ദേഹം അത് ചെയ്തത് ശരിയായില്ല. അദ്ദേഹം അത് ശ്രീ ഡി കെ ശിവകുമാറിനെ പോലും ഒരു വലിയ നേതാവ് പിൻവലിക്കുകയോ ക്ലാരിഫൈ ചെയ്യുകയോ ഒക്കെ വേണം. അല്ലാതെ ഈ വിശ്വാസങ്ങളെ എല്ലാം സെൻസിറ്റീവാണ്. ഇത് മാത്രമല്ല, വളരെ സെൻസിറ്റീവായുള്ള ഒരു വിഷയമാണ്.